മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ജൂൺ 7 ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഇവിടെ ജൂലൈ 28 വരെ നിൽക്കുന്നതുമായിരിക്കും. വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാരസ്ഥിതിയിൽ വരുന്നത്. വർഷം 2024 ഒക്ടോബർ 20 ചൊവ്വ നിങ്ങളുടെ 11ാം ഭാവമായ കർക്കടകത്തിൽ പ്രവേശിച്ചതായിരുന്നു. കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ചൊവ്വ ഏകദേശം 45 ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. വർഷം 2024 ഓഗസ്റ്റ് 26 മിഥുനത്തിൽ പ്രവേശിച്ച ചൊവ്വ മിഥുനം കർക്കടകം രാശികളിൽ ഏകദേശം 10 മാസത്തിൽ കൂടുതലായിരുന്നു സഞ്ചരിച്ചത്. ഇതിനിടയ്ക്ക് ചൊവ്വ വക്രഗതിയിലും ആയതായിരുന്നു. ഇനി ഈ വർഷം ബാക്കിയുള്ള സമയം ചൊവ്വ ഓരോ രാശിയിലും നിശ്ചിത സമയമായിരിക്കും സഞ്ചരിക്കാനെടുക്കുന്നത്. സാഹസം, പരാക്രമം, ശൗര്യം, പ്രോപ്പർട്ടി, കൺസ്ട്രക്ഷൻ, വാണി, കോമ്പറ്റീഷൻ, സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ. ചൊവ്വ നിങ്ങളുടെ 3ഉം 8ഉം ഭാവങ്ങളുടെ അധിപനാണ്. ചൊവ്വയ്ക്ക് 3 ദൃഷ്ടികളാണ് ഉള്ളത്. 4ാം ദൃഷ്ടി പതിക്കുന്നത് 3ാം ഭാവത്തിലും, 7ാം ദൃഷ്ടി പതിക്കുന്നത് 6ാം ഭാവത്തിലും, 8ാം ദൃഷ്ടി പതിക്കുന്നത് 7ാം ഭാവത്തിലുമായിരിക്കും. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട്. ചൊവ്വയുടെ 7ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും, രാഹുവിൻ്റെ 7ാം ദൃഷ്ടി ചൊവ്വയുടെ മേലുമാണ് പതിക്കുന്നത്. ഇവിടെ ചൊവ്വ അംഗാരക ദോഷവും നിർമ്മിക്കുന്നുണ്ട്. ചൊവ്വയുടെ 8ാം ദൃഷ്ടി 7ൽ നിൽക്കുന്ന ശനിയുടെ മേലാണ് പതിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെയധികം പ്രഭാവശാലി ആയിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റവും അംഗാരക ദോഷവും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ 12ാം ഭാവത്തിലേക്കാണ്. 12ാം ഭാവത്തിൽ ചൊവ്വ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ശുഭഫലങ്ങളോടൊപ്പം അശുഭഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചില ശുഭഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കടബാധ്യതകളുള്ളവർ നന്നായി പരിശ്രമിച്ചാൽ കടങ്ങൾ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം. ചൊവ്വ 12ൽ നിൽക്കുന്നത് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ചിങ്ങം രാശി അഗ്നിതത്വമുള്ളതാണ്. ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ്. കേതുവും അഗ്നിതത്വമുള്ള ഗ്രഹമാണ്. ഇതെല്ലാം കാരണം പല ഫീൽഡിലും അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചൊവ്വ 8ാം ഭാവാധിപനാണല്ലോ. രാശി മാറിയിരിക്കുന്നത് 12ാം ഭാവത്തിലേക്കാണ്. ഇവിടെ ചൊവ്വ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 8ാം ഭാവാധിപൻ ചൊവ്വ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. കുടുംബസ്വത്തിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമാർഗങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും. ചൊവ്വ 3ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. 3ാം ഭാവം ഉപജയസ്ഥാനമാണ്. ഈ സമയത്ത് പല അനുകൂല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ചില നെഗറ്റീവ് ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 12ാം ഭാവത്തിൽ അംഗാരക ദോഷം ഉണ്ടായിരിക്കുകയാണ്. ഇത് അപകടങ്ങളിൽ പരിക്കുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും.
അതിനാൽ വാഹനങ്ങളും മറ്റും ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും. ഇത് മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ചൊവ്വയുടെ 4-ാം ദൃഷ്ടി പതിക്കുന്നത് ഉപജയസ്ഥാനമായ 3-ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ സ്വന്തം രാശിയുമാണ്. കരിയർ, ബിസിനസ് എന്നിവയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാദവിവാദങ്ങളോ മറ്റും ഉണ്ടാകാനിടയുണ്ട്. ഇതിൽ ശ്രദ്ധിക്കണം. കൂടാതെ അവരുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി 6-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. 6-ാം ഭാവവും ഉപജയസ്ഥാനമാണ്. തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് തന്നെ പോകുന്നതായിരിക്കും. ഒരു വഴി അടയുകയാണെങ്കിൽ മറ്റൊരു വഴി തുറന്നു കിട്ടുന്നതുമായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടന്നു കിട്ടിയെന്ന് വരില്ല, പക്ഷേ അവസാനം റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇൻ്റർവ്യൂ, കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ, മറ്റ് ടെസ്റ്റുകൾ എന്നിവയിലെല്ലാം നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. 6-ാം ഭാവം തൊഴിൽ, കരിയർ എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിപരീത രാജയോഗവും ചൊവ്വ നിർമ്മിക്കുന്നുണ്ട്. ഈ സമയത്ത് തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. 6-ാം ഭാവത്തിൽ രാഹുവിൻ്റെയും ചൊവ്വയുടെയും പ്രഭാവം കാരണം ശത്രുക്കൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും കരിയറിലും ബിസിനസ്സിലും ഈ കാര്യത്തിൽ നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി 7-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ചില പരിവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും. വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതായിരിക്കും. ചൊവ്വയുടെ പ്രഭാവം ദാമ്പത്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ചൊവ്വയുടെ ദൃഷ്ടി 7-ൽ പതിക്കുന്നത് ചൊവ്വാദോഷം ഉണ്ടാക്കുന്നതാണ്. കൂടാതെ അംഗാരക ദോഷവും ഉണ്ട്. ഇതിലെല്ലാം ഉപരിയായി ശനിയും വളരെ സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നെഗറ്റീവ് പ്രഭാവങ്ങൾ ചെലുത്തിയിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചൊവ്വാദോഷം, അംഗാരകദോഷം എന്നിവ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ, കലഹങ്ങൾ എന്നിവ വരാൻ ഇടയാക്കും. കൂടാതെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെയും നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും. അതിനാൽ നല്ല പേഷ്യൻസോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. പൊതുരംഗത്ത് ഇമേജ് കുറയാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.